ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് നമുക്ക് ചപ്പാത്തിയൊക്കെ കഴിച്ച് മടുക്കുമ്പോൾ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു ഡിഷാണ്. നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. ഇത് ബ്രേക്ക്ഫാസ്റ്റിനോ ഉച്ചക്കോ ഡിന്നറിനോ ഒക്കെ കഴിക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇതെങ്ങനെയാണ് നോക്കിയാലോ. ആദ്യം തന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ളത് ചപ്പാത്തി മാവാണ്. അപ്പോൾ ചപ്പാത്തി മാവ് ഗോതമ്പ് പൊടി ഞാൻ ചൂടുവെള്ളത്തിൽ ഉപ്പും ചേർത്തിട്ടൊന്ന് കുഴച്ചിട്ട് ഒന്ന് ഉരുട്ടിയെടുത്തിട്ടുള്ളതാണ്. അപ്പോൾ ചപ്പാത്തി മാവ് ഉണ്ടാക്കുന്ന എല്ലാവർക്കും അറിയുന്നതാണ് കേട്ടോ, അതുകൊണ്ടാണ് കാണിക്കാത്തത്. ഒരുപാട് റെസിപ്പിയിൽ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ ഒരുപാട് ഇങ്ങനെ റിപ്പീറ്റ് ചെയ്യണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. ഇപ്പോൾ ഒരു 4 ഉരുളയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. എത്ര അളവിലും നിങ്ങൾക്ക് ചെയ്യാം കേട്ടോ. ഇതൊന്ന് സാധാരണ നമ്മൾ ചപ്പാത്തി പരത്തിയെടുക്കുന്ന പോലെ കുറച്ച് പൊടി ഇട്ടിട്ട് നല്ല പോലെ ഒന്ന് പരത്തിയെടുക്കുക. ഒരുപാട് കനം കുറച്ച് പരത്തേണ്ട, സാധാരണ ചപ്പാത്തിയുടെ ആ ഒരു കട്ടിയിൽ തന്നെ ഒന്ന് പരത്തിയെടുത്താൽ മതി. അപ്പോൾ ഈ പരത്തി വെച്ചിട്ടുള്ള ഈ ഒരു ചപ്പാത്തി നമ്മളിതുപോലെ നടുഭാഗത്തു നിന്നൊന്ന് മുറിച്ചെടുക്കുന്നുണ്ട്. ഒരു കത്തിയോ കട്ടറോ വെച്ചിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കുക. ഇനി ഇതുപോലെ ഓരോ പീസും നമുക്ക് ചെറിയ പീസുകളായിട്ടൊന്നുകൂടെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. വളരെ കനം കുറഞ്ഞ പീസുകളാകുമ്പോൾ നമുക്ക് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ. വീതി കുറഞ്ഞ കഷ്ണങ്ങളായിട്ട് തന്നെ മുറിച്ചെടുക്കുക. അപ്പോൾ കുറച്ച് വീതി കൂടിയ പീസാകുമ്പോൾ നമുക്ക് ആ ഒരു മസാലയുടെ കൂടെ വഴറ്റിയെടുക്കുമ്പോൾ അത് സെപ്പറേറ്റ് ആയിട്ട് ഇങ്ങനെ കിടക്കും കേട്ടോ. അതുകൊണ്ട് തന്നെ വളരെ തിന്നായിട്ട് തന്നെ കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് കഴിക്കുമ്പോൾ ആ ഒരു ടേസ്റ്റ് മനസ്സിലാവും. അപ്പോൾ എല്ലാ പീസും ഇതുപോലെ ചെയ്തിട്ടൊന്ന് സെപ്പറേറ്റ് ചെയ്തിട്ട് നമുക്ക് കുറച്ച് ഓയിലൊന്ന് കയ്യിലാക്കിയിട്ട് ഒന്നും കൂടെ ഒന്ന് കുടഞ്ഞെടുക്കുക. ഇത് തമ്മിൽ ഒട്ടി പിടിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. കുറച്ച് ഓയിലോ വെളിച്ചെണ്ണ എന്തായാലും കുഴപ്പമില്ല തേച്ചിട്ടൊന്ന് ഒരു പ്ലേറ്റിലേക്ക് നമുക്ക് മാറ്റി വെക്കാം. അപ്പോൾ ബാക്കിയുള്ള ചപ്പാത്തി ഇതുപോലെ തന്നെ ചെയ്തെടുക്കുന്നുണ്ട്. വേണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ നടുഭാഗം കട്ട് ചെയ്യാണ്ട് മുഴുവനായിട്ട് തന്നെ വലിയ പീസുകളായിട്ട് വലിയ നൂലുകളായിട്ട് നിങ്ങൾക്ക് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അതങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് ചെയ്യാം. വീട്ടിൽ ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്താൽ മതി. അപ്പോൾ എല്ലാം ഇതുപോലെ ചെയ്തിട്ട് നമുക്ക് ഇതൊന്ന് ആവിയിലൊന്ന് വേവിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഇടിയപ്പത്തിൻ്റെ തട്ടിലാണ് ഇതൊന്ന് വേവിച്ചെടുക്കുന്നത്. ആദ്യം തട്ടിൽ കുറച്ച് ഓയിലൊന്ന് തേച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിൽ ഇട്ടിട്ട് നമുക്ക് കുക്കറിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഒരു 10 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇഡ്ഡലി ചെമ്പിൽ വെച്ചിട്ടാണെങ്കിൽ അങ്ങനെ സ്റ്റീം ചെയ്തെടുക്കുക. എങ്ങനെയായാലും കുഴപ്പമില്ല. ആവിയിലൊരു 10 മിനിറ്റ് വേവിച്ചെടുക്കണം, അത്രയേ ഉള്ളൂ. അപ്പോൾ 3 തട്ടിലായിട്ട് ഞാനിത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊരു 10 മിനിറ്റ് ഒന്ന് കുക്കറിൽ വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം. വെറും 10 മിനിറ്റ് മതി കേട്ടോ. ആ ഒരു സമയം കൊണ്ട് തന്നെ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് ചൂടാറിയിട്ട് നമുക്ക് സെപ്പറേറ്റ് ചെയ്യുമ്പോൾ ഒട്ടിപ്പിടിക്കാണ്ട് തന്നെ നല്ല പോലെ തന്നെ കിട്ടും കേട്ടോ. അപ്പോൾ ഒരു 10 മിനിറ്റ് ഒന്ന് മാറ്റി വെക്കുക. ഈ ഒരു സമയത്ത് നമ്മളൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് ഒരു സവാള അരിഞ്ഞതിട്ടിട്ടുണ്ട്. അതിലേക്ക് വെളിച്ചെണ്ണയോ ഓയിലോ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഉള്ളി ചെറുതായിട്ടൊന്ന് വഴന്ന് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള പച്ചമുളക് ഇട്ട് കൊടുക്കുക. പച്ചമുളകൊക്കെ നല്ല എരിവ് കഴിക്കുന്നവരാണെങ്കിൽ നന്നായിട്ട് ചേർത്ത് കൊടുക്കുക കേട്ടോ. മുളകൊക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെ, ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ സ്പൈസി ആയിട്ട് കഴിക്കണം എന്നുള്ളവരാണെങ്കിൽ അതിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇതിലേക്ക് നമ്മൾ നീളത്തിൽ അരിഞ്ഞു വെച്ചിട്ടുള്ള ക്യാരറ്റും കുറച്ച് ബീൻസും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പച്ചക്കറിയൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് കൂട്ടിയിട്ടോ കുറച്ചിട്ടോ ഒക്കെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നീളത്തിൽ തന്നെ അരിഞ്ഞെടുത്തിട്ടുള്ളത് നമ്മൾ ചപ്പാത്തിയുടെ ആ ഒരു അതിൻ്റെ കൂടെ തന്നെ നിൽക്കുമ്പോൾ എല്ലാ ഒരു വെജിറ്റബിൾസിൻ്റെ പീസും കൂടെ കാണാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ചെറുതായിട്ട് നമ്മൾ അരിഞ്ഞെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ വഴറ്റിയെടുക്കുന്ന സമയത്ത് വെജിറ്റബിൾസിൻ്റെ പീസൊക്കെ പിന്നെ അതിലങ്ങോട്ട് വഴന്നു പോവും. അതുകൊണ്ട് തന്നെ കുറച്ച് നീളത്തിൽ അരിഞ്ഞെടുക്കണമെങ്കിൽ അതാണ് നല്ലത്. ഇനി പച്ചക്കറിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ചേർത്തിട്ടുണ്ട്. നമ്മൾ ചപ്പാത്തി മാവിൽ ഉപ്പിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ പച്ചക്കറിക്ക് ആവശ്യമായിട്ടുള്ള അത്ര ഉപ്പ് ചേർത്താൽ മതി കേട്ടോ. എന്നിട്ട് ഇതൊന്ന് ചെറുതായിട്ടൊന്ന് വഴന്ന് വരുമ്പോൾ ഒരു ചെറിയ ക്യാപ്സിക്ക അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ക്യാപ്സിക്ക എല്ലാവരും വീട്ടിൽ എപ്പോഴും ഉണ്ടായിക്കൊള്ളുന്നില്ല, അല്ലെങ്കിൽ ഒഴിവാക്കുക. അതുപോലെ തക്കാളി അരിഞ്ഞതും കൂടെ ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കറിവേപ്പില വേണമെന്നുണ്ടെങ്കിൽ കറിവേപ്പില ഇട്ട് കൊടുക്കുക കേട്ടോ. നിങ്ങളെ കയ്യിൽ കറിവേപ്പില ഉണ്ടെന്നുണ്ടെങ്കിൽ കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കുക. ഇഞ്ചി വെളുത്തുള്ളി ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല. ഇത് നമുക്കൊന്ന് അടച്ച് വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് വേവാൻ വേണ്ടിയിട്ടൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ കുറച്ച് സമയം ഒന്ന് അടച്ച് വെച്ചതിന് ശേഷം തുറന്നിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ വെജിറ്റബിൾസൊക്കെ നല്ല പോലെ തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ ചിക്കൻ മസാലയാണ് ചേർക്കുന്നത്. 1 ടീസ്പൂൺ ചിക്കൻ മസാല ചേർക്കുന്നുണ്ട്. ഈ ചിക്കൻ മസാല ചേർക്കുമ്പോൾ നല്ലൊരു ഫ്ലേവറാണ് കേട്ടോ. അപ്പോൾ ചിക്കൻ മസാല വീട്ടിലെങ്ങനെ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ള വീഡിയോ ഒക്കെ ഞാൻ നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാണാൻ താല്പര്യമുള്ളവർ കണ്ടു നോക്കുക. ഇല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾ മുളക് പൊടിയും മഞ്ഞൾപ്പൊടി കുറച്ച് ഗരം മസാലയും കൂടെ ചേർത്തിട്ട് മിക്സ് ചെയ്തെടുത്താൽ മതി കേട്ടോ. അപ്പോൾ മസാല ഒരു ചെറിയ തീയിലിട്ടിട്ട് കുറച്ച് സമയം നമുക്ക് മസാലയൊന്ന് മൂപ്പിച്ചെടുക്കുക. അതിനുശേഷം നമ്മൾ ചൂടാറിയിട്ടുള്ള ചപ്പാത്തിയുടെ ആ ഒരു കഷ്ണങ്ങളുണ്ടല്ലോ, ആ ഒരു മിക്സ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഈ ഒരു സമയപ്പോൾ തന്നെ ഒക്കെ സെപ്പറേറ്റ് ആയി വന്നിട്ടുണ്ട് കേട്ടോ. ചൂടാറിയാൽ ഒട്ടിപ്പിടിക്കാണ്ട് നല്ല നൂഡിൽസ് പോലെ തന്നെ നമുക്ക് കിട്ടും. അപ്പോൾ ഓൾറെഡി വേവിച്ചിട്ടുള്ളതാണ്. ഇനി ഒരുപാട് സമയം വേവിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ.
ഈ മസാലയിൽ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഈ ഒരു സമയത്ത് നിങ്ങൾ ഉപ്പൊക്കെ നോക്കുക കേട്ടോ. ഉപ്പ് എന്തെങ്കിലും കുറവുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നല്ലപോലെ ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം ഇതിലേക്ക് ഓംലെറ്റ് നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുള്ളതാണ്. അത് ചെറിയ കഷ്ണങ്ങളാക്കി അത് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ മുട്ട കഴിക്കാത്തവരാണ് അല്ലെങ്കിൽ വെജിറ്റേറിയൻസ് ആണെന്നുണ്ടെങ്കിൽ മുട്ട ഒഴിവാക്കുക. ഇനി നിങ്ങൾക്ക് ചിക്കനോ ബീഫോ ഒക്കെ വേണമെങ്കിലും ചേർത്ത് കൊടുക്കുക കേട്ടോ. ഞാനിവിടെ ഒരു ഓംലെറ്റ് ഒന്ന് ഇതുപോലെ നീളത്തിലൊന്ന് കഷ്ണങ്ങളാക്കി മുറിച്ചെടുത്തിട്ടുള്ളതാണ്. വെറും ഉപ്പിട്ടിട്ട് പൊരിച്ചെടുത്തിട്ടുള്ളതാണ് കേട്ടോ. ഇതിലേക്ക് കുറച്ച് മല്ലിയിലും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. മല്ലിയിലുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുക, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് കറിവേപ്പില തന്നെ ഇട്ട് കൊടുത്താൽ മതി. എന്നിട്ട് ചെറിയ തീയിൽ ഒരു 5 മിനിറ്റും കൂടെ നമ്മളൊന്ന് അടച്ച് വെക്കുന്നുണ്ട്. ആ ഒരു മസാലയിൽ കിടന്നിട്ട് നമ്മുടെ ആ ഒരു ചപ്പാത്തിയൊക്കെ നല്ല പോലെ തന്നെ ആ ഒരു ഫ്ലേവറൊക്കെ നല്ല പോലെ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഒരു 5 മിനിറ്റ് ഒന്ന് കഴിഞ്ഞിട്ട് തുറന്നിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇത് ചൂടോട് കൂടി തന്നെ നമുക്ക് സെർവ് ചെയ്യാം. ബ്രേക്ക്ഫാസ്റ്റ് ആണെങ്കിൽ വളരെ നല്ലതാണ്. മുട്ടയും വെജിറ്റബിൾസും ചപ്പാത്തി എല്ലാം കൂടെ ചേർന്ന നല്ലൊരു ഡിഷാണ് കേട്ടോ. ഇത് ഉച്ചയ്ക്ക് വേണമെങ്കിലും കഴിക്കാം, വൈകുന്നേരത്തിനൊക്കെ കഴിക്കാൻ പറ്റും, ടിഫിൻ ബോക്സിൽ കൊടുത്ത് വിടാൻ പറ്റും, ഒക്കെ ചെയ്യാൻ പറ്റുന്ന നല്ലൊരു റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും കണ്ടു നോക്കുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക, അതുപോലെ ഷെയർ ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ നല്ല ഈസിയും ടേസ്റ്റിയുമായിട്ടുള്ള റെസിപ്പികളൊക്കെ ആയിട്ട് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. ഓക്കേ.